ഇനിയൊരു ബ്രേക്കിംഗ് വാർത്തയിലേക്ക്. പാരിതോഷിക തർക്കം മൂലം കോഴിക്കോട്ട് ഇന്ധന വിതരണം തടസ്സപ്പെടുന്നു. പമ്പുടമകൾ നൽകുന്ന പാരിതോഷികം വർദ്ധിപ്പിക്കണമെന്നാണ് ടാങ്കർ ലോറി തൊഴിലാളികളുടെ ആവശ്യം. പാരിതോഷികം അവകാശമല്ലെന്നാണ് പമ്പുടമകൾ പറയുന്നത്. ഇതോടെ പാരിതോഷികം നൽകാത്ത പമ്പുകളിലേക്കുള്ള ഇന്ധന വിതരണം മുടങ്ങുന്ന അവസ്ഥയാണ്. തൊഴിലാളികൾ ഭീഷണിപ്പെടുത്തുന്നതായും പമ്പുടമകൾ പറയുന്നു. INDC, BMS, CITU കോർഡിനേഷൻ കമ്മിറ്റി നമുക്കൊരു ലെറ്റർ തന്നു. ഞങ്ങളുടെ 300 രൂപ ലോഡ് ഇറക്കുമ്പോൾ തരുന്ന ടിപ്പ് വെച്ചാൽ പാരിതോഷികം ചെറിയൊരു വർധനവിൽ 400 ആക്കി തരണം പറഞ്ഞു. നമ്മളൊരു ടിപ്പായിട്ട് കൊടുക്കുന്നതാണ്. 1 രൂപ പോലും ഇനി കൂട്ടിക്കൊടുക്കാൻ നമുക്ക് സാധ്യമല്ല എന്ന് അറിയിക്കുകയും ചെയ്തു. കോഴിക്കോട് ജില്ലയിലെ 2-3 പമ്പുകളിൽ ഇതുപോലെ ലോഡ് കൊടുക്കാത്തതുകൊണ്ടിട്ട് ഒരാഴ്ചയോളം പൂട്ടിക്കിടന്നു. കമ്പനിയാണ് നമുക്ക് ലോഡ് തരേണ്ടത്. അതായത് ഞങ്ങൾക്ക് ഇവർ ഈ തേർഡ് പേഴ്സണായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരും കമ്പനിയായിട്ടാണ് കോൺട്രാക്ട് ഉള്ളത്. ഇത് കോൺട്രാക്ട് അഗ്രിമെന്റ് വയലേഷനാണ്. പച്ചയായിട്ടുള്ള നിയമം എങ്ങനെ അവർ പറയുന്നത് ഭീഷണിപ്പെടുത്തുക. അതായത് അങ്ങനെ കിട്ടേണ്ട സാധനമല്ലല്ലോ ഈ പാരിതോഷികം സംതൃപ്തിയോടെ കൊടുക്കേണ്ട സാധനമാണല്ലോ. ഇത് പിടിച്ചു വാങ്ങുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞാൽ 1 രൂപ പോലും ഇനി ഒരു ഡീലറും കൊടുക്കില്ല എന്നുള്ളതാണ് ഡീലർമാരുടെ തീരുമാനം. സിനോജ് തോമസ് നമുക്ക് പോയെത്തുന്നു. ഗുഡ് ഈവനിംഗ് സിനോജ് തോമസ്. പാരിതോഷികം എന്ന പേരിൽ തന്നെയുണ്ട്. അതൊരു ഉപഹാരമാണ്, സമ്മാനമാണ്. അങ്ങനെ കൊടുക്കുന്നത് പോരാ, ഇത്രയാണ് കിട്ടേണ്ട സമ്മാനമെന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങാനായിട്ടുള്ള ഒരു ഭീഷണിയാണോ ഇപ്പോൾ പമ്പുടമകൾക്ക് നേരെ ഉണ്ടാവുന്നത്? സുജയപാർവതി, ഗുഡ് ഈവനിങ്. നോക്കുകൂലി എന്നൊരു ചടങ്ങ് നമ്മുടെ നാട്ടിൽ ഇടയ്ക്ക് നടക്കാറുണ്ട്. അത് വിവാദമാകാറുണ്ട്. ഹൈക്കോടതി വരെ ആ വിഷയത്തിൽ ഇടപെട്ടതാണ്. ഇവിടെ നോക്കുകൂലിക്ക് മറ്റൊരു ഓമന പേരിട്ടിരിക്കുന്നു, പാരിതോഷികം. അതായത് പെട്രോളിയം കമ്പനികൾ എണ്ണ ഓരോ പമ്പിലേക്ക് ഇറക്കി കൊടുക്കണം, അതാണ് കരാറ്. അതിനുവേണ്ടിയുള്ള ചെലവ് ഉൾപ്പെടെ ഈ ടാങ്കർ ലോറിയുടെ വാടക ഉൾപ്പെടെയാണ് പമ്പുടമകൾ നൽകുന്നത്. അങ്ങനെ ലോറിയിൽ എണ്ണ എത്തിക്കുന്ന സമയത്ത് അതിൻ്റെ ജീവനക്കാർക്ക് ഒരു ചായക്കാശ് എന്ന് പറയാറുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, ഒരു സന്തോഷത്തിന് കൊടുക്കുന്ന തുകയാണ്. അതിനെ പാരിതോഷികം എന്ന് പറയുന്നു. പല പമ്പുടമകളും 200-300 ഒക്കെയാണ് കൊടുക്കാറുള്ളത്. അത് 400 രൂപ വേണമെന്ന് പറഞ്ഞിട്ടാണ് കോഴിക്കോട് ജില്ലയിൽ പ്രശ്നം തുടങ്ങിയത്. ഞാൻ നിൽക്കുന്നത് നടക്കാവിലെ ഒരു പെട്രോൾ പമ്പിലാണ്. HPയുടെ പെട്രോൾ പമ്പാണ്. ഇവിടുത്തെ പെട്രോൾ ഇന്നലെ തീർന്നതാണ്. ഇവിടെ പെട്രോൾ ഇല്ല, ഡീസലും തീരാൻ വേണ്ടി പോവുകയാണ്. വരുന്ന വാഹനങ്ങളൊക്കെ തന്നെ പെട്രോൾ ഇല്ലാത്തതുകൊണ്ട് മടങ്ങി പോകുന്ന സാഹചര്യമുണ്ട്. അതായത് 500 രൂപയാണ് ഇവിടുത്തെ ഉടമയോട് ഈ ലോറി ജീവനക്കാർ ചോദിച്ചിരിക്കുന്നത്. അത് കൊടുക്കാത്തത് കൊണ്ടാണ് പെട്രോൾ ഇവിടെ എത്തിക്കാത്തത്. ഇപ്പോൾ എനിക്കൊപ്പം ഈ ജില്ലയിലെ പെട്രോൾ പമ്പ് ഉടമകളുണ്ട്. അവരൊക്കെ തന്നെ കളക്ടറേറ്റിൽ പോയി കളക്ടറെ കണ്ടിട്ടാണ് വരുന്ന വഴിയാണ്. എന്താണ് കളക്ടർ നിങ്ങളോട് പറഞ്ഞ ഈ വിഷയത്തിൽ? ഞങ്ങളിപ്പോൾ സ്വീകരിച്ച നടപടി എന്ന് പറഞ്ഞാൽ നോ പർച്ചേസ് ആണ്. അതായത് HPCLന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം. ബാക്കി ഇന്ത്യൻ ഓയിലിനോ അല്ലെങ്കിൽ BPCLനോ ഇല്ല. HPCL എലത്തൂർ ഡിപ്പോ എന്ന് വരുന്ന ടാങ്കർ ലോറി തൊഴിലാളികൾ, ഡ്രൈവർമാർ അമിതമായ ചാർജാണ് പമ്പുകളിൽ നിന്ന് ഈടാക്കുന്നത്. അത് കൊടുത്തിട്ടില്ലെങ്കിൽ ആ പമ്പുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തുകയാണ്. അവർക്ക് പിന്നെ ലോഡില്ല. അതേപോലെ തന്നെ ഡീലർ സ്വന്തം ട്രക്ക് ആയിട്ട് പോകുമ്പോഴും അവരെയും മാറ്റി നിർത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ കളക്ടറോട് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ഇന്ന് മുതൽ സമരം തുടങ്ങുകയാണ്. HPCL പർച്ചേസ് ഇല്ല. നാളെ മുതൽ സംസ്ഥാന വ്യാപകമായിട്ടും HPCL സമരം ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് HP പമ്പുകളിൽ ഇനി എണ്ണ തീർന്നു കഴിഞ്ഞാൽ പിന്നെ എണ്ണ എടുക്കില്ല. ഇല്ല, അതിപ്പോൾ ഞങ്ങൾ സമരം ചെയ്തില്ലെങ്കിലും ആ സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. കാരണം പണം കൂട്ടി നൽകിയിട്ടില്ലെങ്കിൽ അവരൊക്കെ ഉപരോധം ഏർപ്പെടുത്തി അവർക്കൊന്നും ലോഡ് കൊടുക്കുന്നില്ല എന്നാണ് ഡ്രൈവർമാർ പറയുന്നത്. ഈ പമ്പുടമകൾക്ക് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടി കൊണ്ട് പോകുന്ന സമയത്ത് എന്താ പറയുന്നത്? സർ, ഞാൻ എൻ്റെ ഫുൾ എമൗണ്ട് അടച്ചിട്ട് ലോഡ് ഇൻറ്റൻറ്റ് ചെയ്തിട്ട് എനിക്ക് ലോഡ് കിട്ടിയിട്ടില്ല. അവർ പറയുന്നത് ഈ യൂണിയൻ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വണ്ടി അകത്ത് വിടില്ല. ആദ്യം ഇരുമ്പനത്തു നിന്നാണ് എൻ്റെ വണ്ടി അവിടുന്ന് അവർ പുറത്തേക്കാക്കി. എന്നിട്ട് ഫറൂഖ് IOCന്ന് എടുക്കാൻ വേണ്ടി പറഞ്ഞു. അന്ന് 10 വണ്ടിയാണ് ഫറൂഖ് IOCന്ന് HP ഫില്ലിംഗ് ഉള്ളത്. അതിൽ ഞങ്ങളെ 2 ഡീലേഴ്സിന് 2 വണ്ടികൾ അവർ കയറ്റില്ല. ബാക്കി 8 വണ്ടിക്കും അവർ ലോഡ് കൊടുത്തു. ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ കൂടുതൽ ചായ പൈസ കൊടുക്കണം, എങ്കിലേ തരുള്ളൂ. ഞാൻ ഓൾറെഡി ഇപ്പോൾ എൻ്റെ 20Kന് 500 രൂപ ചായ പൈസ കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് എനിക്ക് ഈ അവസ്ഥ. അല്ല, ഇവർക്ക് ഈ ഡ്രൈവേഴ്സിന് ജീവനക്കാർക്കൊക്കെ ശമ്പളമുണ്ട്. അതുകൂടാതെ ഭത്ത കൊടുക്കുന്നുണ്ടാവല്ലോ ഉടമ. അതിന് പുറമേലേ നിങ്ങൾ ചായക്കാശ് കൊടുക്കുന്നത്? അതായത് ഇപ്പം നമ്മൾ കോഴിക്കോട് ജില്ലയിൽ 22% ആണ് ഭത്ത കൊടുക്കുന്നത്. അത് അതിന് മുന്നേ ഉണ്ടായ തീരുമാനം കളക്ടറേറ്റ് ഉണ്ടായപ്പോൾ തീരുമാനിച്ചതാണ്. അതിൻ്റെ മറ്റുള്ള ജില്ലകൾ ഇത്രയും ഭത്തമില്ല. എന്നിട്ട് പോലും ആണ് ഇവർ ഈ ചായ പൈസ എക്സ്ട്രാ വേണമെന്ന് പറയുന്നത്. നമുക്ക് കൊടുക്കാൻ പറ്റുന്നല്ലേ ചെയ്യാൻ പറ്റും. ഇതൊരു അവകാശമാക്കി മാറ്റിയിരിക്കുക. അതുകൊണ്ടുള്ള പ്രയാസമാണ്. ഈ കൊടുക്കാത്ത പമ്പുടമകളോട് ഇവർ എന്ത് ഭീഷണിയാണ് വരുത്തുന്നത്? അവർ ലോഡിൽ അളവ് കുറയ്ക്കും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ദിവസം ലോഡ് കൊണ്ടുതരില്ല എന്നൊക്കെയുള്ള ഭീഷണികളാണ്. സിനോജ്, നമുക്ക് അതിൽ അവസാനിപ്പിക്കാം. ഈ പാരിതോഷികം ഇപ്പോൾ 300 രൂപയാണ്. നോക്കുകൂലിയുടെ പുതിയ വെർഷൻ പാരിതോഷികം. ആ പാരിതോഷികം 300-ൽ നിന്ന് 400 ആക്കാൻ ഈ പമ്പുടമകൾ ഉദ്ദേശിക്കുന്നുണ്ടോ? പാരിതോഷികം കൂട്ടാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടില്ലല്ലോ. തീർച്ചയായും ഞങ്ങൾ അത് ഒഴിവാക്കാനാണ് ഞങ്ങൾ തീരുമാനിക്കുക. ഇനി പാരിതോഷികം എന്നുള്ള പേര് ഞങ്ങൾ ഒഴിവാക്കി ചായ പൈസ കൊടുക്കാതിരിക്കാനാണ് ഞങ്ങൾ അത് മതി. ചെയ്യുന്ന ജോലിക്കുള്ള കൂലി ഇനി കൊടുക്കില്ല എന്നാണ് തീരുമാനം. ചെയ്യുന്ന ജോലിക്കുള്ള കൂലി, അതാണോ തീരുമാനം? അതെ,
അതെ അതെ, ചെയ്യുന്ന ജോലിക്കുള്ള കൂലി അത് ഓൾറെഡി എണ്ണ കമ്പനിക്ക് കൊടുക്കുന്നതാണ്. അത് ലോറിയുടെ ഉടമ കൊടുക്കും. ഇനി ഇത്രയും കാലം കൊടുത്തുകൊണ്ടിരുന്ന ഒരു സമ്മാനം ഉണ്ടല്ലോ, ചായക്കാശ്, അതും കൊടുക്കില്ല എന്നാണ് ഉടമകൾ പറയുന്നത്. അതായത് കിട്ടിക്കൊണ്ടിരുന്ന പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇനി തൊഴിലാളികൾ സമരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എണ്ണ കൊടുക്കുന്നില്ല എന്നാണ് പമ്പ് ഉടമകൾ പറയുന്നത്. കളക്ടറെ തീരുമാനം അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇക്കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സുനിൽ തോമസ് തുടരുക. എന്തായാലും പമ്പ് ഉടമകളെ ഭീഷണിപ്പെടുത്തി കൂടുതൽ പണം തട്ടാനുള്ള ആ നീക്കം അത് ശരിയായ ഒരു നീക്കമല്ല. 300 രൂപ കൊടുക്കുന്നുണ്ടല്ലോ, ആ കൊടുക്കുന്നത് പോരാ എന്ന് പറയുന്നതിന്റെ ഒരു അടിസ്ഥാനം എന്താണ് എന്ന് കൂടി ചോദിക്കുന്നവർ ഒന്ന് ആലോചിക്കേണ്ടതാണ്.